ഗായ്സ്, അപ്പം ഞാനൊരു വെഡിങ് റിസപ്ഷന് വേണ്ടി പോവാണ് കേട്ടോ. അങ്കമാലിയിലായിരുന്നു റിസപ്ഷൻ. എൻ്റെ അമ്മയുടെ ഒരു റിലേറ്റീവിൻ്റെയാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവിടെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിൻറ്റ് ലൈമിൻ്റെ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. നല്ല ജ്യൂസായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ദേഡ, പിസ്സ, അതുപോലെ തന്നെ മോമോസ്, കുറേ സംഭവങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇതൊക്കെ സ്റ്റാർട്ടേഴ്സായിട്ട് റിസപ്ഷനിൽ കാണുന്നത്. പിന്നെ ചെറിയ ചെറിയ പോക്കറ്റ് സാൻഡ്വിച്ച് എല്ലാം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം എന്നാൽ എനിക്ക് കഴിക്കേ വേണം. ഞാൻ ഒരു സൈഡിലൊരു മൂലയ്ക്ക് പോയി ഫോൺ വെച്ച് ഞാൻ തിന്നുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ഫ്ലവേഴ്സൊക്കെ കണ്ടോ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട്. പ്ലാസ്റ്റിക് ആണ് ഒറിജിനലാണെന്ന് എനിക്കറിയില്ല, ബട്ട് എന്തായാലും നല്ല ഭംഗിയുണ്ടായി കാണാൻ. എൻ്റെ അമ്മയും അച്ഛനും അങ്ങനത്തെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പയ്യെ ഇരിക്കാറുള്ളത്. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ പോക്കറ്റ് പൊറോട്ടയില്ലേ, പിന്നെ ബീഫ്, ചിക്കൻ സ്റ്റൂ. ഓ മൈ ഗോഡ്, ഞാൻ എല്ലാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചെടുത്തു. ഈ ഒരു സിനിമ നടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ അതിൻ്റെ മസാല ദോശ, പിന്നെ നമ്മുടെ പാൽക്കപ്പ, ഓംലേറ്റ്, ഓ മൈ ഗോഡ് എല്ലാം ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു, അതും ട്രൈ ചെയ്തു. അതും ഇതിനൊപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ, കേക്ക്, ഐസ്ക്രീം, ഇനി എന്ത് വേണം എനിക്കെല്ലാം ഞാൻ ട്രൈ ചെയ്ത്. എൻ്റെ വയറ് പെട്ടി പോലെ കേസ്. എൻ്റെ അമ്മ അച്ഛമ്മ ഞാൻ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അടിപൊളി റിസപ്ഷനായിരുന്നു. കുറേ നാൾ കൂടി കൂടിയിട്ടാണ്. പിന്നെ എൻ്റെ അമ്മേനെ കുറച്ച് വീട്ടിലൊന്ന് വർപ്പിച്ചു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.